കൊറിയൻ ഹണി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. നമ്മൾ ചിക്കൻ ഉണ്ടാക്കി നമുക്കിത് കഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കള്ളം പറയല്ല, സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും മിനിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒണിയൻ പൗഡർ 2 സ്പൂൺ എടുക്കാം, ഗാർലിക് പൗഡർ 2 സ്പൂണ്, പെപ്പറിക്ക പൗഡർ 2 സ്പൂൺ, അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച്. നമ്മൾക്ക് ഇച്ചിരി കൂടുതലിടുന്നതാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ അത്രയും കഴിഞ്ഞ് അങ്ങനെയുള്ള ഈ മിക്സാണ്. പിന്നെ അതിൻ്റെ അകത്ത് പൊട്ടറ്റോ സ്റ്റാർച്ചും കോൺഫ്ലവറും പൊട്ടറ്റോ സ്റ്റാർച്ചിൻ്റെ അത്രയും തന്നെ എടുക്കണം. ആപ്പിൾ സിഡർ വിനെഗർ, വെള്ളം, സോൾട്ട്, ഷുഗർ ഈ ജ്യൂസിൽ വേണം. ചിക്കൻ്റെ അകത്ത് നമ്മൾ ആദ്യം തൈരും അതിൻ്റെ തന്നെ സെയിം അളവ് ഈ പിക്കിളിൻ്റെ ജ്യൂസിലെ ഇത് പകുതി എടുത്ത് അതിൻ്റെ അകത്ത് മുക്കി വെച്ചേക്കുന്നതാണ്. അതൊരു ഓവർനൈറ്റ് അങ്ങനെ വെക്കണം. ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഫുൾ ചിക്കനും കവർ ചെയ്തെടുത്തു. കൊറിയൻ ചില്ലി പേസ്റ്റാണിത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതെടുക്കും, പേസ്റ്റ് ഒഴിക്കണം. സോസ് ഉണ്ടാക്കാനാണ്. ഹണി ചില്ലി സോസ് ഇതിൻ്റെ അകത്ത് ഒരു അരപ്പാത്രം എടുക്കണം. ഹണി ചില്ലി സോസിൻ്റെ കൂടെ നമ്മൾ എരിവ് നല്ല ഒരു ഫ്ലേവർ വരാൻ വേണ്ടി നമ്മുടെ ഹണി, നാച്ചുറൽ ഹണി ഒഴിക്കണം. അത്രയും തന്നെ സോയാ സോസും കൊറിയൻ ചില്ലിയും കൂടെ സെയിം അളവിൽ മിക്സ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. ഒരു പ്രാവശ്യം സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇതിൻ്റെ ഈ ജ്യൂസിൽ നമ്മൾ മുക്കിയിട്ട് ആ സെയിം പൗഡറിൽ തന്നെ ഒന്നുകൂടെ കവർ ചെയ്ത് വറുത്തെടുക്കണം. ഒരു പ്രാവശ്യം കൂടി അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട്. ഗായ്സ്, ഇതിൻ്റെ പേരാണ് കൊറിയൻ ഹണി ചിക്കൻ. KFCനെ പോലെ നിൽക്കുന്നതാണ്, പക്ഷെ KFCനേക്കാൾ ഒരു തട്ട് മുകളിലാണ് നിൽക്കുന്നത്. KFCനേക്കാൾ ഒത്തിരി ടേസ്റ്റ് അല്ല, KFCനെ അത്ര ടേസ്റ്റ് ഉണ്ട്. KFC എന്നും നമ്മുടെ മലയാളികളുടെ ഒരു വികാരമല്ല ഗൈസ്. ഫ്രണ്ട്സ്, ഇതാണ് കൊറിയൻ ഹണി ചിക്കൻ്റെ സോസ്. ഇതിന് ബൈ.